വെൽക്കം ബാക്ക് ടു കൊറിയൻചി. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോണത് സോളിലെ ഫേമസ് ആയിട്ടുള്ള ഇലക്ട്രോണിക് മാർക്കറ്റിലാണ്. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും അതുപോലെ ഫ്രഷ് സാധനങ്ങളും ഇലക്ട്രോണിക് ഏറ്റവും വിലക്കുറവിൽ ഇവിടെ കിട്ടും. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണെന്ന് പോവാം. ഇവരൊക്കെ വെക്കണ പോലെയാട്ടോ ഇവർ മോണിറ്ററൊക്കെ വെച്ചിരിക്കുന്നത്. വിഷൻ 5. പിന്നെ ഇതെന്ന് പറയുന്നത് ഫുൾ ഗെയിം സീരീസ് ആട്ടോ. ഇവിടെ മൊത്തം ക്യാമറകളും ഡ്രോണും അതിൻ്റെ ആക്സസറീസും ഒക്കെയാണ് കേട്ടോ. ഗെയിമിൻ്റെ പ്ലേ സ്റ്റേഷനും ഇങ്ങനത്തെ ലാപ്ടോപ്സ് അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഫ്രണ്ട് ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊറിയയിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് യോങ്സാൻ സ്റ്റേഷൻ എക്സിറ്റ് നമ്പർ 3. അപ്പം നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് മാർക്കറ്റിലാണ്. ഇവിടെ 2 ബിൽഡിംഗ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ബിൽഡിംഗ് നമ്പർ 21 ആൻഡ് 22. ഇപ്പം നമ്മൾ അതിൻ്റെ മുമ്പിലാണുള്ളത്. ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് മാറിയിട്ടാണ് നമ്മുടെ ഇലക്ട്രോണിക് മാൾ ഉള്ളത്. ഫസ്റ്റ് നമ്മൾ ഇവിടെ ആട്ടോ പോണേ. നമുക്ക് കാണാം. ഇവിടെയൊക്കെ നമുക്ക് യൂസ്ഡ് ഫോൺ കിട്ടും. അപ്പോൾ ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ടോ, വന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർഡ് ആയിട്ടുള്ള യൂസ്ഡ് ഫോണും എല്ലാം നമുക്ക് കിട്ടും. ഇവിടെ നോക്കാം, നമുക്കൊരു ഷോപ്പിൽ കയറിയിട്ട് കയറില്ല. ഗാലക്സി ബഡ്സ്, ഫോണുകൾ, ഇവിടെ ഒരു S20 ഇവിടെ ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഇറങ്ങിയ 16 സീരീസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് അൺബോക്സ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കിട്ടും. അതുപോലെ തന്നെ എല്ലാത്തിനും നല്ല റേറ്റ് കുറവുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റൂടെ എല്ലാ സീരീസും ഇവിടെ ഉണ്ട്. റെഡ്, യെല്ലോ എല്ലാ കളേഴ്സും ഉണ്ട്. ഐഫോൺ മാത്രമല്ല സാംസങ്ങിൻ്റെ എല്ലാ സീരീസും ഉണ്ട്. ബാക്കിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഐപാഡുകളുണ്ട്, പിന്നെ ബഡ്സ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അതും നമുക്ക് വിലക്കുറവിൽ കിട്ടുകയും ചെയ്യും. ഇവിടെ നിന്നാണല്ലോ കുറേ ഫോറിനേഴ്സൊക്കെ വന്നിട്ട് ഒരുപാട് പേര് ഷോപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ബാക്കിലൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് ഐഫോൺ, ആപ്പിൾ ഫോൺസ് ഉള്ളതാണ് മെയിനായിട്ട് വരുന്നത്. നല്ല പ്രൈസ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണും എല്ലാ സീരീസും ഉണ്ട്. പ്രൈസും അതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജും അതിൻ്റെ സ്റ്റോറേജും ഒക്കെ അവർ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മളത് പറയും. അൺബോക്സ് ചെയ്യാത്ത പാക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു ഫോൺ ഇപ്പോൾ ഇതുള്ളത് ഐഫോൺ 15 ആണ്. 15 Pro ആണ് കേട്ടോ. ഇതിന് വരുന്നത് ഇവർ കണ്ടോ എഴുതിയിട്ടുണ്ട് 128 GB പ്ലസ് 96% വരുന്നത് 1 മില്യൺ, ഒരു 60,000 രൂപയൊക്കെയാണ് കേട്ടോ. ഇത് എയർപോർട്ട് 2 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3 ലക്ഷം കൊറിയൻ വോണാണ്. നാട്ടിലൊരു 12,000 രൂപയൊക്കെയാണ് കേട്ടോ. എല്ലാം ഉണ്ട് കേട്ടോ. 3rd സീരീസും ഫസ്റ്റ് സീരീസൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഒറിജിനലാണ്. ഇത് ഒരു അൺബോക്സ് ചെയ്തിട്ട് കൂടി ഇല്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ഷോപ്പിലെ പ്രൈസിനെക്കാളും കുറച്ചാണ് ഇവിടെ കിട്ടുക എല്ലാ സംഭവങ്ങളും. ഇതുപോലെ നമുക്ക് അൺബോക്സ് ചെയ്യാത്ത ഫോണുകളും ഐപാഡുകളും ലാപ്ടോപ്പുകളും ഒക്കെ അവൈലബിൾ ആണ്. കൊറിയയിലുള്ളവരൊക്കെ എന്തായാലും വന്ന് നോക്കുക കേട്ടോ. നല്ല പ്രൈസിന് നമുക്ക് സംഭവം കിട്ടും. അതും നല്ല സാധനമായിരിക്കും. നമ്മുടെ ഇവിടെ പച്ചക്കറിയൊക്കെ വെക്കണ പോലെയാട്ടോ ഇവർ മോണിറ്ററൊക്കെ വെച്ചിരിക്കുന്നത് വിൽക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെയൊക്കെ വില വരുന്നത് ഒരു 3,000 ഉള്ളൂ. 3,000-4,000 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. നാട്ടിലെ ഈ കാണുന്ന ടിവിക്കൊക്കെ വില. ഇതിൻ്റെ വലിയ സ്ക്രീനിനൊക്കെയാണ് ഇതിന് 6,000 രൂപ. സാംസങ്ങിൻ്റെ LGൻ്റെ ആണ് കൂടുതൽ ബാക്കിലിരിക്കുന്നതൊക്കെ. അപ്പം നമ്മൾ ഇനി പോകാൻ പോണത് ബിൽഡിംഗ് നമ്പർ 22ലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ഫ്ലോർ മൊത്തം നമ്മുടെ ഹാർഡ് കോർ ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ആക്സസറീസും നമുക്ക് കിട്ടും. നമുക്ക് മോണിറ്റർ ആണെങ്കിലും SSD ആണെങ്കിലും ഹാർഡ്വെയർ ആണെങ്കിലും എല്ലാം ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം എവിടേക്കാണ് പോണത് കാണാം. ഈ ലാപ്ടോപ്പിൻ്റെ ഒക്കെ പ്രൈസ് റേഞ്ച് വരുന്നത് 20,000 തൊട്ട് 25,000 ഒക്കെയാണ് കേട്ടോ. ഒരുപാട് ഉണ്ട് കേട്ടോ. മിക്ക സാംസങ്ങിൻ്റെ LGൻ്റെ മോഡൽസ് ഇവിടെ ഉണ്ട്. എൻ്റെ ദൈവമേ, നോക്കിയ മൗസ്, കീബോർഡ്, റൈറ്റ് സൈഡിലൊക്കെ
റൈറ്റ് സൈഡ് മൊത്തം ഇനി നമ്മൾ പോകാൻ പോണത് ഈറ്റി ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ മോളിലേക്കാണ് ബാക്കിൽ കാണുന്നത്. അവിടെ മെയിനായിട്ടും ഈ സ്ട്രീറ്റ് കൂടാതെ കൂടുതൽ ഇലക്ട്രോണിക്സ് വരുന്നൊരു സ്ഥലമാണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു സ്ട്രീറ്റ് പോലെ മെയിനായിട്ട് നമ്മുടെ ഗെയിമിംഗ് ഹെഡ്സിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റേഷൻ വരെ കിട്ടുന്ന ഒരു സ്ട്രീറ്റ് ആണ് കേട്ടോ അത്. PS4, PS5 പോലുള്ള എല്ലാ അപ്ഡേറ്റഡ് വേർഷൻസും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. നമ്മൾ അവിടേക്കാണ് പോകാൻ പോണേ. നമ്മൾ പറഞ്ഞ സ്ഥലത്താണ്, ഇവിടെയാണ് നമ്മുടെ പ്ലേ സ്റ്റേഷൻസ് ഒക്കെ കിട്ടുക. അപ്പൊ അതിൻ്റെ ഉള്ളിലെ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. പഴയ ഗെയിമിംഗ് കൺസോൾസ് മുതൽ പുതിയ PS5 വരെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും. എല്ലാം ഇതൊക്കെ പഴയതാണ്. PS5 ഇരിക്കണുണ്ടോ, പ്ലേ സ്റ്റേഷൻ 5. പിന്നെ ഇതെന്ന് പറയുന്നത് ഫുൾ ഗെയിം സീരീസ് ആട്ടോ. വലിയൊരു ഷോപ്പാണ്. നമുക്ക് ഹാക്ക് വേർഷൻസ് ഒക്കെ കിട്ടും, നമുക്ക് ലെവലൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. സംഭവം സൂപ്പറല്ലേ. ഫുള്ള് മെയിൻ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സാധനവും ഇവിടെയും കിട്ടും. അതും നല്ല വിലക്കുറവിൽ. അപ്പൊ നാട്ടിലേക്കൊക്കെ പോണവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങണം എന്നാണെങ്കിൽ നല്ല പ്രൈസ് കുറവിന് കിട്ടും കേട്ടോ. അപ്പൊ കൊറിയയിലുള്ളവർ മിസ് ചെയ്യണ്ട, എന്തായാലും വന്ന് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ല. അപ്പൊ നമ്മുടെ ഈറ്റി ലാൻഡിലെത്തി. ഇവിടെ ഫോൺ മാത്രമല്ല, ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടും. നമുക്ക് കണക്ടേഴ്സ് ആണെങ്കിലും കേബിളും ആക്സസറീസും ഒക്കെ ഉണ്ട്. നിങ്ങളിവിടെ നോക്കി കാണാൻ പറ്റൂട്ടോ. ഇതൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കുന്ന കുറേ സ്ക്രൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ചിപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സൈഡിലേക്കൊക്കെ അവിടെ ഇതുപോലെ തന്നെ ഒരു TV അല്ലെങ്കിൽ ഒരു സിസ്റ്റം, എന്തൊരു ഇലക്ട്രോണിക് എക്യുപ്മെന്റുള്ള എല്ലാ സംഭവങ്ങളും അതിനുള്ള എല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഇവര്. ഇവിടെ മൊത്തം ക്യാമറകളും ഡ്രോണും അതിൻ്റെ ആക്സസറീസും ഒക്കെയാണ് കേട്ടോ. ഫുള്ള് ഒരു ലോകം, നമുക്ക് പറയണത് ഫുൾ ക്യാമറകളും അതിൻ്റെ ആക്സസറീസും കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു മിനി വേൾഡ് ആണത്. ദേ എന്തെങ്കിലും എടുത്തിട്ട് നോക്കിയാലോ. നോക്കി ക്യാമറ സ്റ്റാൻഡിൽ ഇരിക്കുന്നു. എന്താ കാണുന്നത് കൊറിയയിലൊക്കെയുള്ള പഴയ കൈൻഡ് റേഡിയോസ് ആട്ടോ. പോർട്ടബിൾ മ്യൂസിക് പ്ലെയർ. ഹായ്, ഇത് നല്ല രസമുണ്ടല്ലേ. നമ്മുടെ പഴയ കാസറ്റ് ഇടുന്ന സാധനം. ഇത്
ഇവിടെ നമ്മൾക്ക് എല്ലാം കിട്ടും. നമ്മുടെ ക്യാമറകളാണെങ്കിലും നമ്മുടെ എന്താ പറയുക വ്ളോഗേഴ്സിനൊക്കെ പറ്റിയ കിറ്റുകൾ, അവരുടെ ഒക്കെ റിം ലൈറ്റുകൾ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതും നല്ല നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് മേടിക്കാൻ പറ്റിയ മോഡലുകളും അതിൻ്റെ അനുസരിച്ചുള്ള കമ്പനികളും ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മുടെ ഫ്രണ്ട് ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പറഞ്ഞ റേറ്റ് 24,000 ആണ്. അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻ ഉള്ളതൊക്കെ തന്നെയാണ്. അല്ലേ നാട്ടിൽ എത്ര രൂപയായിരിക്കും ഇതിന്? നാട്ടിൽ 55,000 ആണെന്നാണ് അഖിൽ പറയണേ. ഇവിടെ 24,000 നമുക്ക് കിട്ടും. ഇൻക്ലൂഡിങ് ലെൻസ് ആണ് കിട്ടുക. ഓ അപ്പം നല്ല ലാഭം തന്നെയാണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു ക്യാമറ എടുത്തിട്ടുണ്ട്. ബാറ്ററി കൂടി തരാം. ബാറ്ററിയും മെമ്മറി കാർഡും ഇതിടാനുള്ള കവറും എല്ലാം നമുക്ക് അവര് സർവീസ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതും കൂടി എടുത്താലോ എന്ന് വിചാരിക്കുന്നത്. കുറേ കേട്ടോ, നമ്മുടെ പഴയത് ഓൾമോസ്റ്റ് ഡെഡായി. അപ്പം പുതിയതൊന്ന് മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് എത്രയാ 20,000 കൊറിയൻ വോണാണ്. അപ്പോൾ ഇത് മേടിക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, നമുക്ക് പല സൈസിൽ. നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ നമ്മുടെക്ക് ഇത് മതി, എന്തായാലും എൻ്റെ ഒരു ഇതിന് ഇത് മതി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഷോപ്പൊക്കെ ചെയ്തു. നല്ല ആളാണ് കേട്ടോ, നമുക്ക് കുറച്ച് അത്യാവശ്യം ഡിസ്കൗണ്ട് ഒക്കെ തന്നു. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടതൊക്കെ മേടിച്ചു. ഇത് എൻ്റെ അല്ല, നമ്മുടെ ഫ്രണ്ടിന് മേടിച്ച ക്യാമറയാണ്. പിന്നെ നമ്മളും മേടിച്ചു. ഈ കട മറക്കണ്ട, ഇവിടെ ഉള്ളവർ ഇവിടെ വന്നാൽ മതി, നല്ല ഡിസ്കൗണ്ടൊക്കെ കിട്ടും. ഈ മോളിൽ സെക്കൻഡ് ഹാൻഡ്സ് മാത്രം കിട്ടുന്ന സ്ഥലമല്ല കേട്ടോ, എല്ലാ ബ്രാൻഡിൻ്റെയും എല്ലാ തരം ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. LG ആണെങ്കിലും സാംസങ് ആണെങ്കിലും അതുപോലെ കൊറിയയുടെ തന്നെ കുക്കു, അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡുകളുടെ എല്ലാ പ്രൊഡക്ട്സും ഹോം അപ്ലയൻസസും ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മുടെ പഴയ ടൈപ്പ് ഗ്രാമഫോണൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. നല്ല രസമുണ്ട്, ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇതൊക്കെ എത്രയാണാവോ പൈസ? ഷോപ്പ് ക്ലോസ് ആണ്. സ്പീക്കർ ഇതിനുള്ളിൽ പോയിരിക്കല്ലോ. എന്താണ്? ഇവിടെ ഈ ബാക്കിൽ കാണുന്ന ഫുൾ ഗെയിമിംഗ് ലാപ്ടോപ്പുകളാണ്. സെറ്റപ്പ് സംഭവം അപ്പുറത്തേക്ക് നോക്കി. ഇതിന് വേണ്ടി ഒരു ഏരിയ കേട്ടോ, ഗെയിമിൻ്റെ പ്ലേ സ്റ്റേഷനും ഇങ്ങനത്തെ ലാപ്ടോപ്സ് അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് ഷോപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് കുറച്ച് പ്രൈസ് കുറവും ഉണ്ടാവും. അപ്പം മറക്കണ്ട, കൊറിയയിലുള്ളവർ പോരാ. ഇതാണ് നമ്മുടെ സുഹൃത്ത്. ഈ ഫ്ലോറും ഗെയിമിങ്ങിന്റെ സെക്ഷനാണ് കേട്ടോ. നിറയെ അവരുടെ പ്ലേ സ്റ്റേഷനും കാര്യങ്ങളും അതിന്റെ ആക്സസറീസ് ഒക്കെ ഉണ്ട്. ഗെയിമിന്റെ സീരീസ് ഇവിടെ കിട്ടും തോന്നുന്നു അല്ലേ? ഓ എല്ലാ ഈ ഷോപ്പുകളും മൊത്തം അങ്ങനെ തന്നെ ഗെയിമിന്റെ സംഭവം തന്നെ. ഇത് നമുക്ക് കളിക്കാൻ പറ്റുമോ? ട്രൈ ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോ ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഇത് അവിടെ PS-ന്റെ ഒക്കെ എടുത്തിട്ടുണ്ട്, PS4 PS5.
അപ്പോൾ ഇത്രയൊക്കെയാണ് സോളിലെ ഇലക്ട്രോണിക് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സോളിലുള്ളവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടെയൊക്കെ നോക്കുക. പ്ലേ സ്റ്റേഷൻ ആണെങ്കിലും ഫോണാണെങ്കിലും ഐപാഡ് ആയിട്ട് എല്ലാ ആക്സസറീസും സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പം നിങ്ങൾ വന്ന് ചെക്ക് ചെയ്യുക. അപ്പം ഇത്രയൊക്കെ ഉള്ളത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.